ഓണമൊക്കെ അല്ലേ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓണമൊക്കെ അവിടെ വരെയായി. പണ്ടത്തെ ഓണത്തിൻ്റെ ഉത്സാഹമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ, ഉണ്ടോ? പണ്ടെന്ന് പറയുമ്പോൾ ഊഞ്ഞാലൊക്കെ ഇട്ട് എല്ലാവരും ഊഞ്ഞാലാടി, എല്ലാവരും കൂട്ടുകുടുംബം, എല്ലാവരും കാണും. ചേട്ടത്തി അനിയത്തിമാർ ഒരുപാട് പേര്, മക്കൾ, അവരുടെ മക്കൾ, എല്ലാവരും കൂടെ ഒരു ഓണം. എന്ത് ഹാപ്പിയായിരുന്നു പണ്ടത്തെ ഓണം. ഇപ്പോൾ ആ ഹാപ്പിയൊന്നും ഇല്ല. എല്ലാവരും കുറേ പുതിയ തുണിയൊക്കെ വാങ്ങിക്കുന്നു, സദ്യ ഒരുങ്ങി കഴിക്കുന്നു, എല്ലാവരും വീട്ടിൽ കുറച്ച് പേര്. പക്ഷേ ഈ പ്രാവശ്യം ഓണത്തിന് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ, ഇളയ മോന്, മൂത്ത മോന്, മരുമോള്, പിന്നെ മരുമോളുടെ അമ്മ, അനിയത്തി എല്ലാവരും ഉണ്ട് ഈ പ്രാവശ്യം. ആങ്ങളമാർ, കുഞ്ഞമ്മമാർ, അനിയത്തിമാർ, ചേട്ടത്തിമാർ എല്ലാവരും കൂടെ കൂടിയ ഒരു ഓണമാണ്. ഹാപ്പി ആയിട്ടിരിക്കുന്നത് അല്ലേ? ഇപ്രാവശ്യം എല്ലാവരും കാണണം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഓണമൊക്കെ ഒരുങ്ങി, ഓണത്തിന് വേണ്ടിയിട്ട് എല്ലാം ചെത്തിവാരി ഒക്കെ ഇട്ട്, അത്തപ്പൂക്കളമൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് അല്ലേ? ഓണത്തിന് ഇനി അധികം ദിവസമൊന്നുമില്ല. വള്ളസദ്യയൊക്കെ തുടങ്ങി ഇവിടെ ആറന്മുളയിൽ. എല്ലാവരും കുറേ പേരൊക്കെ കഴിക്കുന്നു. ഇപ്പം ബുക്ക് ചെയ്യൊന്നും വേണ്ടല്ലോ, എല്ലാവർക്കും പോയി കഴിക്കാമല്ലോ. എല്ലാവർക്കും പോയി ക്യൂ നിൽക്കണമെന്നേ ഉള്ളൂ, എല്ലാവർക്കും സദ്യ കിട്ടും. അങ്ങനെ നല്ല ഒരു ഓണം നമുക്ക് പ്രതീക്ഷിച്ചാൽ ഹാപ്പിയോടിരിക്കാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ ഓണത്തെപ്പറ്റി. മാവേലി എതിരേക്കാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങി ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം ബിസിനസ്സുകാർക്കൊക്കെ ഭയങ്കര കാശല്ലേ, തുണിക്കച്ചവടം, പച്ചക്കറി, ഏത്തയ്ക്ക, അങ്ങനെ എന്തെല്ലാമാണ്. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കൂ. എല്ലാവർക്കും എൻ്റെ ഓണ ആശംസകൾ. ഓക്കെ, താങ്ക് യു.